Hello and welcome to Build on Ideas, Better Ways of Building Your Dream Home. ഈ ഒരു വീഡിയോയിൽ വ്യത്യസ്തമായൊരു കോൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത്. ഏകദേശം 4.5 ഏക്കറോളം വരുന്ന ഒരു എസ്റ്റേറ്റിനകത്ത് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഹോളിഡേ ഹോമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹോളിഡേ ഹോം ഒരു പ്രൈവറ്റ് ഹോളിഡേ ഹോമാണ്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2 ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. അതുപോലെ മറ്റ് ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ നമ്മളിതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ നോക്കുമ്പോൾ ഒരു മോഡേൺ മിനിമലിസ്റ്റിക് ഫീലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ ഒരു സെമി റസ്റ്റിക് ഫീലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ട് അതുപോലെ അകത്തിരുന്ന് കഴിഞ്ഞാൽ ഈ സ്വിമ്മിംഗ് പൂളും അതുപോലെ ചുറ്റുമുള്ള ആ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺനെസ്സും നമുക്ക് ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്ലാൻ ഒന്ന് നോക്കാം. ഇതിൻ്റെ പ്ലാനിലോട്ട് വരുമ്പോൾ അതിൻ്റെ ടോട്ടൽ ബിൽഡപ്പ് ഏരിയ വരുന്നത് 2264 സ്ക്വയർ ഫീറ്റ് ആണ്. ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 1937 സ്ക്വയർ ഫീറ്റും അതുപോലെ കാർ പോർച്ച് വരുന്നത് 327 സ്ക്വയർ ഫീറ്റ്. ടോട്ടൽ 2264 സ്ക്വയർ ഫീറ്റ്. നമ്മൾ ആദ്യം വരുന്നത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 കാർ പാർക്ക് ചെയ്യുന്ന ഒരു കാർ പോർച്ച് കാണാം. സിറ്റ് ഔട്ടിൽ നിന്ന് കയറുന്ന ഒരു ലിവിങ് ഡൈനിങ് സ്പേസിലേക്കാണ്. രണ്ടും കൂടെ ഒരുമിച്ച് ഒരു TV സ്പേസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ അവിടെ നിന്ന് കയറുന്നത് നമുക്കൊരു മെയിൻ കിച്ചണിലോട്ട്, അവിടെ നിന്ന് പിന്നെ വർക്കിംഗ് കിച്ചണിലോട്ട്. ഇനി മെയിൻ കിച്ചണിൻ്റെ ഭാഗത്ത് നമുക്കൊരു പാസേജ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പാസേജിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈവറ്റ് ഏരിയ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് ഏരിയ കിട്ടും, ഇത് കോമൺ ഏരിയ ആയിട്ട് നിൽക്കും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. 2 ബെഡ്റൂമാണ് വരുന്നത്, 2 അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ആണ്. അതുപോലെ ഈ പാസേജിലൂടെ അറ്റത്ത് വരുമ്പോൾ നമുക്കൊരു വാഷ് ഏരിയയും ഒരു പൗഡർ റൂമും നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കി ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള ഗ്ലാസ് വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഫുള്ളി ഓപ്പൺ ആയിട്ട് നമുക്ക് ഈ ഒരു പൂൾ ഏരിയയിലോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു പൂൾ ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു ഔട്ട്ഡോർ ഡൈനിങ് സ്പേസും നമുക്ക് ഇവിടെ കാണാം. പുറകിലോട്ട് വരുമ്പോൾ നമുക്കൊരു കോമൺ വാഷ് ഏരിയ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഒരു ഷവർ റൂംസും നമുക്ക് ഉപയോഗിക്കാൻ ലേഡീസും ജെൻസും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഏറ്റവും പുറകിലായിട്ട് നമുക്കൊരു പമ്പ് റൂമും വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ വർക്കിംഗ് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ബാക്ക് യാർഡും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്ലാൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോ കൂടുതലായിട്ട് കാണാം. അപ്പോൾ നമുക്ക് കാണാം ഇതൊരു എസ്റ്റേറ്റ് ആണ്. ഇതൊരു ഏകദേശം 4.5 ഏക്കറോളം വരുന്ന ഒരു എസ്റ്റേറ്റ് ആണ്. എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഹോളിഡേ ഹോമാണ് ഈ കാണുന്നത്. അപ്പോൾ 2 പ്രധാന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഹോളിഡേ ഹോം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് മാറി ഒരു ഫാമിലി വെക്കേഷൻ നമുക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന, റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് തരുന്ന ഒരു ഹോളിഡേ ഹോം. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു പാർട്ടി ഗെറ്റ് ടുഗദർ, ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്തണമെങ്കിൽ ഒരു 10-100 പേരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്താവുന്ന ഒരു ഫെസിലിറ്റി നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം. ഈ 2 മെയിൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഹോളിഡേ ഹോം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു പ്രൈവറ്റ് ഹോളിഡേ ഹോമാണ്. നമ്മളിതിൻ്റെ പുറത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മിനിമലിസ്റ്റിക് മോഡേൺ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ കാർ പോർച്ച് ഏരിയ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടോപ്പ് സീലിംഗ് എല്ലാം നമ്മളൊരു വുഡൻ ഫിനിഷ് സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ക്ലാഡിംഗ് വാൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് കാർ പോർച്ച് ഏരിയയിൽ വരുന്നത്. നമ്മൾ മെയിൻ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഒരു 3-4 ബ്ലോക്കായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ബ്ലോക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലിവിങ് ഡൈനിങ് സ്പേസ് ആണ്. അപ്പോൾ ഈ മെയിൻ ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 4.5 മീറ്ററാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4.5 മീറ്റർ തന്നെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്കൊരു നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ലിവിങ്ങും ഡൈനിങ് സ്പേസ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ കാണുന്ന ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ 2 ബെഡ്റൂംസ് ആണ്. അതൊരു പ്രൈവറ്റ് ഏരിയ ആയിട്ടാണ് നമ്മൾ അതിനുള്ളിൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ചെറിയൊരു ഡിവിഷൻ നമുക്ക് കാണാം. അത് അവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരെ കിച്ചണിലോട്ടാണ്. അപ്പോൾ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് കാണാനുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇതിന് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് യാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസും നല്ല രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പരിപാടി നടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് എപ്പോഴും ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബിൽഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കൂടുതലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷും അതുപോലെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വുഡൻ എലമെൻറ്റ്സ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മോഡേൺ മിനിമലിസ്റ്റിക് സ്റ്റൈലിലുള്ള ഒരു എലിവേഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഇതിൻ്റെ പുറകു വശത്തോട്ടൊന്ന് പോകും. ആ പുറകു വശത്തേക്ക് പോകുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറുമ്പോൾ സിറ്റ് ഔട്ട് ഏരിയ നോക്കുമ്പോൾ നമുക്ക് ഈ സ്വിമ്മിംഗ് പൂൾ ഏരിയ പുറത്തു നിന്ന് കാണാത്ത രീതിയിൽ ജസ്റ്റ് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ജാലി ബോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടെറാക്കോട്ട ഫിനിഷിലുള്ള ജാലി ബോളാണ് നമ്മൾ കൊടുത്തിട്ടുള്ള. മെറ്റൽ എലമെൻറ്റ്സും നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്തതായിട്ട് കാണാം. നമ്മൾ ഇതിൻ്റെ പൂൾ ഏരിയയിലോട്ട് വരുമ്പോൾ നമ്മൾ പൂൾ ഏരിയ അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു പൂൾ ഏരിയ ആണ്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പൂൾ ലോഞ്ചേഴ്സും അതുപോലെ അംബ്രലാസൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചൊരു സൺബാത്തൊക്കെ കിട്ടാനായിട്ട് നമുക്ക്
അങ്ങനെ ഒരു ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പൂളിൻ്റെ മറ്റു ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൂളിൽ നമുക്ക് പൂളിൻ്റെ ഡെക്കിൽ നമ്മളൊരു ഔട്ട്ഡോർ ഡൈനിങ് സ്പേസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ബുഫേ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു ബുഫേ കൗണ്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ കടക്കുന്നത് അതിൻ്റെ ഒരു വാഷ് ഏരിയയിലോട്ടാണ്. നല്ല രീതിയിൽ ഓപ്പൺനെസ് കിട്ടാനായിട്ട് നല്ല രീതിയിലുള്ള വിൻഡോസും അതുപോലെ ഈ ഒരു ഔട്ട്ഡോർ ഡൈനിങ് സ്പേസിൽ നമുക്ക് ഒരു മുകളിൽ ഒരു പർഗോള വിത്ത് ഗ്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ടൊന്ന് കടക്കാം. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് കയറാനായിട്ട് നമുക്ക് മെയിൻ ഡോർ കടക്കുമ്പോൾ ആദ്യം തന്നെ വരുന്നൊരു ലിവിങ് ആൻഡ് ഡൈനിങ് സ്പേസ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ആൻഡ് ഡൈനിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതിൻ്റെ വുഡൻ പർഗോളാസ് ആണ്. സീലിംഗിൽ നമുക്ക് നല്ല ബോൾഡായിട്ട് നിൽക്കുന്ന ബ്ലാക്ക് ആൻഡ് വുഡൻ ഫിനിഷിലുള്ള വുഡൻ പർഗോളാസ് നമുക്ക് കാണാം. അതിൻ്റെ സൈഡിൽ 2 ലെയറിലായിട്ട് നമുക്ക് സീലിംഗ് കാണാം. ഒരു സിമെൻറ്റ് ഫിനിഷ് സീലിങ്ങും അതുപോലെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു വുഡൻ ഫിനിഷ് സീലിങ്ങും. പിന്നെ അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സോഫ ആണെങ്കിലും അതുപോലെ ഇതിൻ്റെ പാർട്ടീഷൻ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളതെല്ലാം ഒരു കുറച്ച് റസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീലാണ്. ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ കുറച്ച് റസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ സോഫയ്ക്ക് കൊടുത്തിട്ടുള്ളത് ലെതർ ഫിനിഷൊക്കെ കുറച്ചൊരു റഫായിട്ടുള്ളൊരു ലെതർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു TV സ്പേസും നമുക്ക് ഇതിനകത്ത് കാണാം. മെറ്റൽ ഫിനിഷസ് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിൾ എടുക്കുകയാണെങ്കിലും ഒരു മെറ്റൽ വിത്ത് ഗ്ലാസ് ഫിനിഷിലുള്ള ഒരു ഡൈനിങ് ടേബിളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിൽ നമുക്ക് ചെറിയൊരു മിറർ എലമെൻറ്റും അതുപോലെ ഒരു മെറ്റാലിക് ഫിനിഷിലുള്ള ഒരു ഗോൾഡൻ മെറ്റാലിക് ഫിനിഷിലുള്ള ഒരു ഡിസൈൻ എലമെൻറ്റ് നമുക്ക് ഇതിൻ്റെ ഡൈനിങ് സ്പേസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഡിസൈൻ എലമെൻറ്റ് തന്നെ അതിൻ്റെ TV ഏരിയയിൽ നമ്മൾ ഫോളോ ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലിവിങ് ആൻഡ് ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഈ ഒരു റൂമിലിരുന്നാലും ഇപ്പോൾ ലിവിങ് റൂമിലിരുന്നാലും അതുപോലെ ഡൈനിങ് റൂമിലിരുന്നാലും നമുക്കതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ പൂൾ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കത് ഫുള്ളി ഓപ്പൺ ആക്കി ഇടാവുന്ന രീതിയിൽ, അതായത് നമുക്ക് ഈ കാണുന്ന ഗ്ലാസ് ഷട്ടേഴ്സ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് നീക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫുള്ളി ഓപ്പൺ ആയിട്ട് പൂൾ ഏരിയയിലേക്ക് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഡൈനിങ് ഏരിയയിൽ നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് ഒരു പാസേജിലൂടെ കാണുന്ന ഒരു വാഷ് ഏരിയയാണ്. ഈ വാഷ് ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ്. കാരണം ഡൈനിങ് സ്പേസിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് ഈ ഒരു വാഷ് ഏരിയ വരുന്നത്. അതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് അതിൻ്റെ പൗഡർ റൂമും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഷ് ഏരിയയുടെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോൾ ഈ കിച്ചണിൽ നമ്മളൊരു ഐലൻഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. വേണ്ടി വന്നാൽ നമുക്കിതൊന്ന് കൺവേർട്ട് ചെയ്ത് ഒരു ബാർ കൗണ്ടർ പോലെയുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ കിച്ചണിൽ നിന്ന് ഇതിൻ്റെ പൂൾ ഏരിയയിലേക്ക് ഫുള്ളി ഓപ്പൺ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൾഡിങ് ഡോർസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോൾഡിങ് ഷട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ നമുക്ക് അവിടേക്ക് ഈ ഐലൻഡിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബാർ കൗണ്ടറായിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കിച്ചണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ കിച്ചൺ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മളൊരു 5 ബേണർ ഹോബാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഹുഡും നമുക്ക് കാണാം. അതുപോലെ ഇതിൻ്റെ സൈഡിൽ നമ്മളൊരു വാഷ് ഏരിയയും നമുക്ക് കാണാം. സെപ്പറേറ്റ് വാഷ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഐലൻഡ് സ്പേസിൽ നമുക്കൊരു വാഷ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വർക്കിംഗ് കിച്ചൺ നോക്കാം. വർക്കിംഗ് കിച്ചണും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെയിൻ കിച്ചൺ കൺവേർട്ട് ചെയ്തൊരു ബാർ കൗണ്ടറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിച്ചൺ സ്പേസ് യൂസ് ചെയ്യാനായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചൺ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള. എല്ലാ ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചൺ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഹുഡും ഹോബും അതുപോലെ നല്ല ഒരു ഡബിൾ സിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വർക്കിംഗ് കിച്ചണിൽ നിന്ന് കടക്കുന്നത് ഒരു ബാക്ക് യാർഡിലോട്ടാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ വുഡൻ ഡെക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബാക്ക് യാർഡാണ്. നമുക്ക് കുറച്ച് പച്ചക്കറി തോട്ടം പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചുറ്റും ഒരു ഇരിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രില്ലൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഫംഗ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ലൊരു ആംബിയൻസ് ഒക്കെ കിട്ടുന്ന ഒരു സ്പേസാണ് ഈ ഒരു ബാക്ക് യാർഡ്. അപ്പോൾ നമുക്കിതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബെഡ്റൂംസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 2 ബെഡ്റൂംസാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 2 ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആണ്. അതുപോലെ അത്യാവശ്യം പ്രൈവസി കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ബെഡ്റൂംസാണ്. ഇതിൻ്റെ ബെഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെറ്റൽ ഫ്രെയിമോട് കൂടിയിട്ടുള്ള ബെഡാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ബാക്ക് റെസ്റ്റിൽ നമ്മൾ വുഡൻ എലമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വാർഡ്രോബ്സും അതുപോലെ അതിൻ്റെ ഒരു ടേബിൾ സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിലും നമ്മൾ ആ ബ്ലാക്ക് എലമെൻറ്റും ആ വുഡൻ എലമെൻറ്റിൻ്റെയും ഒരു ബോൾഡ്നെസ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമുക്കൊരു TV ഏരിയയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 2 ബെഡ്റൂമിലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള TV ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബെഡ്റൂംസിലൊക്കെ നമ്മൾ സിമ്പിൾ സീലിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ള. ചെറിയൊരു
ഒരു ഡ്രോപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു പ്ലെയിൻ സീലിംഗ് നമ്മൾ കൊടുത്ത് അതിൻ്റെ ചുറ്റും ഒരു കോവിലായിട്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സീലിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോഴും ഇതേപോലത്തെ ഒരു ഫിനിഷൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബാക്കിലൊരു മെറ്റൽ എലമെൻറ്റും അതുപോലെ ബെഡ് നോക്കുകയാണെങ്കിലും മെറ്റൽ വിത്ത് വുഡൻ ഫിനിഷിലുള്ള ഒരു ബോൾഡ്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു ബെഡ് നമുക്ക് കാണാം. ഫ്ലോറിംഗ് ഒക്കെ റസ്റ്റിക് ഫീൽ ടൈൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ വാർഡ്രോബ് സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മറ്റ് ബെഡ്റൂമിനകത്ത് കണ്ടതിൻ്റെ നേരെ ഒരു റിവേഴ്സ് കളർ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഈ പകൽ സമയത്ത് നമ്മൾ ഇതിൻ്റെ പ്രകൃതിയാണ് ആസ്വദിക്കുന്നതെങ്കിൽ രാത്രി ടൈമിൽ വരുമ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് ആംബിയൻസ് എന്ന് പറയുന്നത് മറ്റൊരു ഫീലാണ് നമുക്ക് തരുന്നത്. നല്ല രീതിയിലുള്ള ആംബിയൻ ലൈറ്റിങ്ങും അതുപോലെ പൂൾ ലൈറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ നല്ല ഫീലാണ് തരുന്നത്. ഇനി നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളൊരു ഔട്ട്ഡോർ ഡൈനിങ് ഒരു പാർട്ടിയൊക്കെ നടത്തുകയാണെങ്കിൽ നല്ലൊരു ഫീലായിരിക്കും നമുക്ക് കിട്ടുക. നല്ലൊരു പാർട്ടി ആംബിയൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ കൺവേർട്ടബിൾ ആയിട്ടുള്ള ബാർ കൗണ്ടറും അതുപോലെ ഈ ബുഫേ കൗണ്ടറും ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് യാർഡിലോട്ട് വരുമ്പോഴും നല്ല രീതിയിൽ ഒരു പാർട്ടി ആംബിയൻസ് ടോട്ടലായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു ഹോളിഡേ ഹോം നമുക്ക് ഇതിനെപ്പറ്റി പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഹോളിഡേ ഹോമിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങൾ 3D ആർക്കിടെക്ചറൽ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും 3D റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 3D എലിവേഷൻ ആണെങ്കിലും 3D ഇൻറ്റീരിയർ ഡിസൈനിങ് ആണെങ്കിലും അതുപോലെ 3D വാക്ക് ത്രൂ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള എക്സ്പ്ലെയിനർ വീഡിയോ ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഹാപ്പി ലിവിങ്.